ഇന്ന് 10 മണിയോടെയാണ് 10 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചത്. മെഡിക്കൽ ബുള്ളറ്റിൻ ബേബി മെമ്മോറിയൽ ആശുപത്രി ഏതാണ്ട് 10:15 ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയത്. 2-3 വരിയിൽ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാള ഭാഷ അനാഥമായി എന്നൊക്കെ പറയാമെങ്കിൽ അതിതാ ഈ ഘട്ടത്തിൽ ഈ MT വാസുദേവൻ നായർ എന്ന അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൻ്റെ സമയത്താണ് മലയാള ഭാഷ അനാഥമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന. അങ്ങനെ മലയാളിക്ക് ഏറെ അടുപ്പമുള്ള, നമ്മളെ വായിക്കാൻ പ്രേരിപ്പിച്ച, വായിക്കാൻ പഠിപ്പിച്ച ആ രണ്ടക്ഷരം അദ്ദേഹം MT നമ്മളോട് ഒപ്പമില്ല, അദ്ദേഹം വിടവാങ്ങി എന്നത് അവിശ്വസനീയതയോടെയാണ് നമ്മളൊക്കെ അറിയുന്നതും കേൾക്കുന്നതും. അദ്ദേഹത്തിന് 90 വയസ്സായി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരാൾ ഒരിക്കലും മരിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം അത്തരം ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും ഒരുപക്ഷെ MTയുടെ കാര്യത്തിൽ. അതെല്ലാ മലയാളിയും ഒരുപോലെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന, ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു സമയത്ത് വനമന്ത്രി AK ശശീന്ദ്രനാണ് അത് പറഞ്ഞതെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം പറഞ്ഞത് MT തിരിച്ചു വരും, കാരണം മരുന്ന് അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും നല്ല ചികിത്സയുണ്ട്, തന്നെയുമല്ല മുഴുവൻ മലയാളികളുടെയും പ്രാർത്ഥനയുമുണ്ട്. അപ്പോൾ ഈ ആശുപത്രിയുടെ ചികിത്സയും മുഴുവൻ മലയാളികളുടെ പ്രാർത്ഥനയുടെ കരുത്തും ബലവും ഒക്കെ ചേർന്ന് MT തിരികെ വരും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത് എത്രത്തോളം സ്നേഹം MTയോട് മലയാളികൾക്കുണ്ട് എന്നത് മന്ത്രിയുടെ വാക്കുകളിലുണ്ടായിരുന്നു. അങ്ങനെ ചികിത്സയും പ്രാർത്ഥനയും അത് ഫലം കാണുമെന്ന് തന്നെ കരുതിയതാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി വളരെ സാവധാനമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നു. അദ്ദേഹം മാസ്ക് ഒക്കെ മാറ്റിവെച്ച് സ്വന്തമായി ശ്വാസോച്ഛ്വാസം ചെയ്തു തുടങ്ങിയിരുന്നു. കണ്ണ് തുറന്നു, ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങി. വളരെ നേരിയതാണെങ്കിലും അദ്ദേഹത്തിന് പ്രതികരണമുണ്ടായിരുന്നു. മരുന്നുകളോട് ചെറിയ തോതിൽ പ്രതികരിച്ചു തുടങ്ങിയിരുന്നു. അതൊക്കെ പോസിറ്റീവായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഒരിക്കൽ കൂടി തിരികെ വരും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ച അത്തരമൊരു ആശ്വാസത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ഈ ദിവസങ്ങളിലൊക്കെ വന്നത്. പക്ഷേ ഇന്ന് രാവിലെ വന്ന മെഡിക്കൽ ബുള്ളറ്റിനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു, ഗുരുതരമാണെങ്കിലും മാറ്റമില്ലാതെ തുടരുന്നു, ഈ ദിവസങ്ങളിലേതുപോലെ തന്നെ എന്നാണ് ആശുപത്രി അറിയിച്ചത്. പക്ഷേ ഇന്ന് വൈകുന്നേരത്ത് പൊടുന്നനവേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സങ്കീർണമാവുകയാണ്. ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. ആ സമയത്ത് എല്ലാവരും വലിയ ആശങ്കപ്പെട്ടു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന വിവരം വന്നു. പക്ഷേ ഇന്ന് പൊടുന്നനവേ രോഗം അല്ലെങ്കിൽ ആരോഗ്യനില വഷളാവുകയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയും ചെയ്തു. 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചുവെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ബേബി മെമ്മോറിയൽ ആശുപത്രി അറിയിച്ചത്. സംസ്കാര ചടങ്ങുകൾ 5 മണിക്ക്, ഇന്നിപ്പോൾ 12:30, 1 മണിയാകുന്നപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും. അതുവരെയും ഒരുപക്ഷെ 4 മണി വരെയും മൃതദേഹം ഈ വീട്ടിൽ തന്നെ സൂക്ഷിക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോവുക. അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർക്കൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം വീട്ടിലാണ് ഒരുക്കിയിരിക്കുന്നത്. അത് പൊതുദർശനം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മൃതദേഹം എങ്ങോട്ടെങ്കിലും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ട എന്നാണ് അദ്ദേഹം കുടുംബാംഗങ്ങളോട് പറഞ്ഞത്. വീട്ടിൽ വന്ന് കാണേണ്ടവർ കാണട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വെന്റിലേറ്റർ സൗകര്യമൊന്നും ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അദ്ദേഹത്തിന് ശ്വാസോച്ഛ്വാസം അത് സുഗമമാക്കാനൊരു മാസ്ക് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അതും ഈ ദിവസങ്ങളിൽ മാറ്റി അദ്ദേഹം സ്വന്തമായി ശ്വാസമെടുത്ത് തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇന്നിപ്പോൾ വൈകുന്നേരമായപ്പോഴേക്കുമാണ് ആരോഗ്യനില വഷളാവുകയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. നമ്മൾ ഈ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. രാത്രി ഇപ്പോഴത്തെ സമയം 1 മണിയിലേക്ക് അടുക്കുമ്പോഴും ആ വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് മാത്രമല്ല, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തി പ്രിയപ്പെട്ട MTക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്, അദ്ദേഹത്തിന് വിട നൽകുകയാണ്. അപ്പോൾ MT നമ്മളുടെ കൂടെ ഇല്ല, അദ്ദേഹം മടങ്ങി എന്നത് നമ്മളെ സംബന്ധിച്ച്, വായനക്കാരെ സംബന്ധിച്ച്, MTയുടെ കഥാപാത്രങ്ങളെ, MTയുടെ എഴുത്തിനെ, അദ്ദേഹത്തിൻ്റെ കഥാലോകത്തെയൊക്കെ സ്നേഹിക്കുന്ന, അതിലൂടെ ജീവിച്ച ആളുകൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അദ്ദേഹം നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹം നമ്മളെ കൊണ്ടുപോയ ലോകം, അദ്ദേഹത്തിൻ്റെ MTയുടെ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ, കഥകളിലെ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചവരാണ് നമ്മൾ മലയാളികളെല്ലാവരും. അനുസരിച്ച് ചിരിക്കുകയും കരയുകയും
ഒക്കെ ചെയ്തവരാണ് നമ്മളൊക്കെ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കരഞ്ഞപ്പോൾ വായനക്കാരും കരഞ്ഞു, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ചിരിച്ചപ്പോൾ വായനക്കാരും ചിരിച്ചു. കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകൾ നമ്മളുടെ നെടുവീർപ്പുകളായി, അവരുടെ മാനസിക വ്യാപാരങ്ങൾ നമ്മളുടെ മാനസിക വ്യാപാരവുമായി മാറി. അങ്ങനെ നമ്മളെ ആ കഥാപാത്രത്തിൻ്റെ യാത്രയോടൊപ്പം കൊണ്ടുപോയപ്പോൾ എന്താണ് മഞ്ഞിലെ വിമലയും അല്ലെങ്കിൽ നമ്മൾ വായിച്ച സേതുവിൻ്റെ ജീവിതയാത്രയും അല്ല എന്താണ് വേലായുധൻ്റെ ജീവിതവും കുട്ടിയടത്തിയും കർക്കിടകത്തിലെ ഉണ്ണി എന്ന ആ കുട്ടിയുടെ കഥയും ഒക്കെ നമ്മളെ ഏതൊക്കെ ലോകത്തേക്ക് ഏതൊക്കെ സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയി എന്നത് എല്ലാവർക്കും വായനക്കാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ ആ ലോകത്തൂടെ അദ്ദേഹത്തിൻ്റെ ലോകത്തിലൂടെ എത്രയോ പതിറ്റാണ്ടുകൾ സഞ്ചരിച്ചു, എത്ര തലമുറകൾ സഞ്ചരിച്ചു.